ബേബിക്കുട്ടിയുടെ സ്കൂളിലെ ഓണം സെലിബ്രേഷൻ്റെ അന്നത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. വോയിസ് ഓവർ കൊടുക്കാൻ ഇപ്പോഴാണ് എനിക്കൊരു സമയം കിട്ടിയത്. ഇപ്പോൾ രാവിലെ തന്നെ ഇതാ എഴുന്നേറ്റു, തലേ ദിവസത്തെ പൂക്കളൊക്കെ മാറ്റി കളഞ്ഞിട്ട് പുതിയ പൂക്കളിടണമല്ലോ, അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കട്ടെ. അപ്പോൾ അവൾക്കന്ന് വെള്ളം മാത്രമേ കൊണ്ടുപോകുള്ളൂ, വേറെ ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ സ്കൂൾ ഓണം സെലിബ്രേഷൻ ആണല്ലോ, അപ്പോൾ സദ്യയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് അവൾ എഴുന്നേറ്റ് വന്നു. പിന്നെ ഞാൻ വേഗം പോയി കുളിച്ചു കേട്ടോ. കുളിച്ചിട്ട് പൂക്കളിടാനാണ് ഇപ്പോൾ എപ്പോഴും എൻ്റെ ഒരു നല്ല ശീലമായി ഞാൻ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ പൂക്കളൊക്കെ സെറ്റാക്കിയിട്ട് കുളിക്കാം, അല്ല ഇന്നത്തെ 2 ദിവസത്തെ മുന്നത്തെ കുളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതാ കുറച്ച് പൂക്കളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചു. മുക്കുറ്റി, അതുപോലെ തന്നെ ഈ മാങ്ങാനാറി, അതുപോലെ തന്നെ നിത്യകല്യാണി, ഇത്രയും പൂക്കളെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അമ്മ ദാ ഒരുപാട് പൂക്കൾ പൊട്ടിച്ചുകൊണ്ടിട്ടുണ്ട്. പൂക്കളം കടയിൽ നിന്ന് വാങ്ങിയത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അന്നത്തെ പൂക്കളം കേട്ടോ. അനീഴം പൂക്കളായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ ഇത്. അപ്പം പിന്നെ ഞാൻ തെച്ചി കുറച്ചുണ്ടായിരുന്നു കേട്ടോ. എന്നും വിചാരിക്കും തെച്ചി പൊട്ടിക്കണം എന്ന്. എന്നും അവിടെ നിൽക്കുന്നത് കാണുമ്പോൾ പൊട്ടിക്കാതെ അങ്ങോട്ട് പോരും കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും പൊട്ടിച്ചു. കാരണം വേറെ പൂക്കളൊന്നും ഇല്ലല്ലോ. നമ്മുടെ ചെണ്ടുമല്ലിയുടെ അവസ്ഥ ഇപ്പോൾ ഇതാ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അമ്മ അത്യാവശ്യം പൂക്കളൊക്കെ ഇതാ പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പിന്നെ ചെമ്പരത്തി എവിടുന്നെങ്കിലൊക്കെ ഒന്ന് തപ്പി പിടിക്കും. 2 ചെമ്പരത്തി ഉണ്ടാവും. പിന്നെ തലേ ദിവസത്തെ പൂക്കൾ നമ്മൾ അടിച്ചു വാരി കളയാൻ പാടില്ല എന്ന് പറയുമല്ലോ. അപ്പോൾ അത് കൈകൊണ്ടെടുത്ത് കളഞ്ഞിട്ട് പിന്നെ ചാണകം ഒഴുകും കേട്ടോ. ഇതാ ഇത്രയും പൂക്കളം അമ്മ അടുത്ത വീട്ടിലെ പറമ്പിൽ നിന്ന് പൊട്ടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അത്യാവശ്യം നല്ല അവിടെ ഉണ്ട്, പക്ഷെ കാട് കാരണം നല്ല ബുദ്ധിമുട്ടാണ് പൊട്ടിക്കാൻ. പിന്നെ ഞാൻ എന്താ ചാണകമൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് എല്ലാ പൂക്കളും ഇങ്ങനെ അടുത്ത് വെക്കാൻ തുടങ്ങി കേട്ടോ. മുക്കുറ്റി, അതുപോലെ തന്നെ നിത്യകല്യാണി, തെച്ചി, ചെമ്പരത്തി ഒരു 2-3 എണ്ണമൊക്കെ ഉള്ളൂ കേട്ടോ. അങ്ങനെ കുറച്ച് വീട്ടിലുള്ള പൂക്കളം കൊണ്ടുള്ള ഒരു ചെറിയ പൂക്കളം. അപ്പോൾ കാശിത്തുമ്പ നോക്കി നോക്കുമ്പോൾ ആകെ 2 എണ്ണം 3 എണ്ണേ ഉള്ളൂ. അത് പൊട്ടിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല, കാരണം എല്ലാതും കൂടിയിട്ട് ഇടാൻ പറ്റില്ല. അതാണ് നമ്മൾ വരിക്കിടണമല്ലോ, അങ്ങനെ നടുവൊക്കെ ഒന്ന് ഫുള്ളാവുന്ന രീതിയിലിടണം. അപ്പോൾ അതൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആ നടുവിൽ മുക്കുറ്റി വെക്കാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നും ഇടാനില്ലല്ലോ നടുവിൽ. അപ്പം ഇന്ന് മുക്കുറ്റി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഇതാ മുക്കുറ്റിയൊക്കെ പൊട്ടിച്ച് കൊണ്ടുവന്നു. പിന്നെ ഇതാ ഇടാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഐശ്വര്യമായിട്ട് മുക്കുറ്റി അങ്ങോട്ട് നടുവിലാണ് വെച്ചു. വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് മനസ്സിലാവില്ല കേട്ടോ ഏതാണ് നടുവെന്ന്. ചിലപ്പോൾ എല്ലാ പൂക്കളും ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് എണീറ്റ് നിന്ന് നോക്കുമ്പോൾ, നടു നിവർന്ന് നോക്കുമ്പോഴാവും മനസ്സിലാവുക നടു മാറിപ്പോയി എന്ന്. അങ്ങനെയാണ് എന്നും പറ്റാറ് കേട്ടോ. അപ്പോൾ അതാ മുക്കുറ്റി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെമ്പരത്തി വെച്ചു, മാങ്ങാനാറി വെച്ചു, പിന്നെ അതുപോലെ തന്നെ ഇത് വെച്ചു കേട്ടോ. എന്താ നിത്യകല്യാണി വെച്ചു. പിന്നെ നമ്മുടെ തെച്ചിയില്ലേ, തെച്ചി ഇങ്ങനെ ജസ്റ്റ് പൊട്ടിച്ചിട്ട് ഇങ്ങനെ വെച്ചു. ഏതായാലും മാത്രമായിട്ട് വെച്ചിട്ട് അപ്പോൾ എനിക്ക് നല്ല രസം തോന്നി. പിന്നെ ലാസ്റ്റ് ഇത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫില്ലിങ് ഇല്ലാത്ത പോലെ തോന്നി. അപ്പോൾ ഞാൻ എന്താ ചെയ്തറിയോ, നമ്മൾ എപ്പോഴും പൊട്ടിക്കാറുള്ള ഒരു ഇല ഉണ്ടല്ലോ, അത് പൊട്ടിച്ചു കേട്ടോ. അതിൻ്റെ പേരെന്താണെന്നൊന്നും അറിയില്ല. ഒരുപാട് പേര് ഇത് പൊട്ടിച്ചുകൊണ്ട് വരുന്നുണ്ട് അവിടുന്ന്. ചിലവർ പറഞ്ഞു അത് നുറുക്കിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാമെന്ന് പറഞ്ഞേ. ഞാൻ നുറുക്കിയിട്ടൊന്നും ഇടാനുള്ള സമയം എനിക്കില്ല. അപ്പോൾ അതങ്ങോട്ട് 2-3 എണ്ണം ഞാൻ വേരോട് കൂടിയിട്ട് ഒന്ന് പൊട്ടിച്ചു കേട്ടോ. എന്നിട്ട് അതിങ്ങനെ നടുക്കിൽ വെക്കാമെന്നുള്ള പ്ലാനായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നി, നല്ല രസം തോന്നിയിട്ട്. പിന്നെ ആ കളറ് നല്ല ഭംഗിയാണല്ലോ കണ്ടോ. ഇങ്ങനെയാണ് ഞങ്ങളുടെ അനീഴം പൂക്കളുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഞാൻ അതിൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ നോക്കിയൊക്കെ എങ്ങനെയുണ്ടെന്ന്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ബേബി കുട്ടീനെ ഒരുക്കിയിട്ടോ. ഇതാണ് അവളുടെ സ്കൂൾ സെലിബ്രേഷൻ്റെ ഔട്ട്ഫിറ്റ്. നിങ്ങൾ എങ്ങനെ ഉണ്ടെന്ന് പറയൂ കേട്ടോ. ഞാൻ അതിൻ്റെ ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി യെല്ലോ ടൈപ്പ് ഡ്രസ്സാണേ. ടോപ്പും പാൻറ്റും അതുപോലെ തന്നെ ഷാളും വരുന്ന ഒരു സെറ്റാണ് കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം മുടി ഇങ്ങനെ ഒന്ന് പരത്തിയിട്ടു കേട്ടോ. എന്നിട്ട് കുഞ്ഞു ക്രാബൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ അടിയിൽ കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, കാരണം പരത്തിയിട്ട് പോയി കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ഡ്രസ്സ്. നമ്മളൊരു വെറൈറ്റി ആയല്ലോ. എപ്പോഴും ഈ ഓണം സെലിബ്രേഷൻ പറഞ്ഞാൽ പട്ടുപാവാട അല്ലെങ്കിൽ ധാവണി അങ്ങനത്തെ ഐറ്റംസ് ആണല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഇട്ടുപോയാൽ നല്ല രസമാണ്. പിന്നെ ഇവളുടെ ക്ലാസ്സിൽ ഒരുവിധം കുട്ടികളൊക്കെ ഇങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സ് തന്നെയാണ് കേട്ടോ ഇട്ടത്. അതൊന്നും പറഞ്ഞിട്ട് ഇട്ടതല്ല. ഇവൾക്ക് ഞാൻ ഈ ഡ്രസ്സ് ഓൺലൈനിൽ നിന്ന് വരുത്തിച്ചതാണ് കേട്ടോ, ഫ്ലിപ്കാർട്ടിൽ നിന്ന്. കുറേ ആയി വന്നിട്ട് ഷേപ്പ് ആക്കാണ്ടായിരുന്നു, നല്ല ലൂസായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മമ്മ അവൾക്ക് ഷേപ്പൊക്കെ ആക്കി കൊടുത്തു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുക്കാം കേട്ടോ. ഞാൻ ഇതിൻ്റെ ഷോർട്സ് അപ്ലോഡ് ചെയ്തപ്പോൾ അതിൻ്റെ ലിങ്ക് ഓൾറെഡി ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മുടിയാണ് ഞങ്ങൾക്ക് എപ്പോഴും ഒരു പ്രശ്നം വരാറ്. അപ്പോൾ ഞാൻ പറഞ്ഞു മുടി ജസ്റ്റ് ഒന്ന് പിന്നിടുക, അല്ലെങ്കിൽ അവിടെ ക്ലിപ്പ് ഇടുക, എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു. പിന്നെ പിന്നിട്ട് കൊടുത്തു കേട്ടോ. അതാണുമ്പോൾ അവൾക്ക് കുഴപ്പമില്ല. പക്ഷേ പോയ പോലെ ഒന്നും അല്ലാട്ടോ അവൾ തിരിച്ചു വന്നത്. അവൾക്ക് ആരോ അതൊക്കെ അഴിച്ചു കൊടുത്തു. അവൾക്ക് ആകെ ബുദ്ധിമുട്ടൊക്കെ ആയി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവളോട് പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ പറഞ്ഞു. അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും അതുപോലെ തന്നെ ചിക്കൻ ചാറും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ 2 പേർക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. പിന്നെ അതൊക്കെ കഴിച്ച് ഇറങ്ങി ബസ് വരുന്ന ടൈമായിട്ടോ. ഇത് പുതിയൊരു ബാഗാണ് കേട്ടോ, ടോട്ട് ബാഗ് അവൾ വാങ്ങിയതാണ്. അവളുടെ അച്ഛൻ വാങ്ങിക്കൊടുത്തതാണ്. അപ്പോൾ ഇത് വലിയൊരു ബാഗാണ് കേട്ടോ. ശരിക്കും സ്കൂളിലേക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, കാരണം അത്രയും വലുപ്പമുണ്ട്. നമുക്കൊക്കെ ഇങ്ങനെ കോളേജ് അതുപോലെ തന്നെ വർക്കിനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി ബാഗാണ് കേട്ടോ. നല്ല സ്പേസും ഉണ്ട്. ട്രാവൽ ഫ്രണ്ട്ലി ആണ് കേട്ടോ. ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ബാഗാണ്. പിന്നെ അതാ ഞങ്ങൾ ഇറങ്ങാൻ നേരത്തെ ഒരുപാട് നായ്ക്കൾ അവിടെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, ഇപ്പോൾ ഈ അടുത്തായിട്ട് നായ്ക്കളുടെ ശല്യം അതിരൂക്ഷമാണ് ഞങ്ങളുടെ നാട്ടിൽ.
പിന്നെ ഞങ്ങളൊരു 8:15 കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് ഇറങ്ങി നിന്നു. പക്ഷെ ബസ് വരാൻ കുറേ ടൈം എടുത്തിട്ട് 8:30 കഴിഞ്ഞിട്ടാണ് ബസ് വന്നിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഓണം സെലിബ്രേഷൻ ആയതുകൊണ്ട് കുട്ടികളൊക്കെ ഒരുങ്ങാൻ ടൈം കൂടുതലായി എടുത്തു എന്ന് തോന്നുന്നു. അതുകൊണ്ടാണല്ലോ ബസ് ഇത്ര നേരം ഓരോ സ്റ്റോപ്പിൽ കുറേ നേരം നിന്നുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോന്ന് പ്രിയമേമോടൊക്കെ സംസാരിക്കുക കേട്ടോ. പ്രിയമേമ അപ്പോൾ പൂവൊന്നും ഇട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുട്ടിയേട്ടൻ പോകുമ്പോൾ വീഡിയോയിൽ നോക്കിയിട്ട് ഹായ് തരുന്നുണ്ട്. അപ്പോൾ പൂവൊക്കെ പൊട്ടിക്കായിരുന്നു കേട്ടോ ആ നേരത്തെ. ഞങ്ങളുടെ പൂക്കളൊക്കെ പിന്നെ നേരത്തെ ഇടൽ കഴിയും. അമ്മ അടുക്കളയിൽ നിൽക്കണോണ്ട് ഞാൻ പൂവിടുക അങ്ങനെയാണല്ലോ ചെയ്യുക. നമ്മൾ ഒറ്റയ്ക്കാവുമ്പോഴല്ലേ ബുദ്ധിമുട്ടുണ്ടാവുക. ഇത് പിന്നെ 2 പേരുള്ളതുകൊണ്ട് നമുക്ക് നമ്മുടെ കാര്യം ചെയ്യാം, അമ്മ അടുക്കളയത്തെ കാര്യം ചെയ്യും. അപ്പോൾ പിന്നെ വേറെ കുഴപ്പമുണ്ടാവില്ല. 8:30 കഴിഞ്ഞപ്പോൾ പിന്നെ ബസ് വന്നു കേട്ടോ. ബസ്സിലെ എല്ലാ കുട്ടികളും നല്ല കേരള തനിമയോട് കൂടിയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. മറ്റേത് ഇന്ന് യൂണിഫോമിൽ കണ്ടിട്ട് കുട്ടികൾ നല്ല ചുള്ളന്മാരും ചുള്ളത്തികളായിട്ട് നല്ല സുന്ദരന്മാരും സുന്ദരി കുട്ടികളായിട്ട് തന്നെ ഇരിക്കേണ്ടത്. ചേച്ചി സെറ്റ് സാരിയൊക്കെ ഇട്ടിട്ടാണല്ലോ. അപ്പോൾ വേദുവിനെ ടാറ്റ കൊടുക്കുകയാണേ. അവന് പിന്നെ എന്നൊരു ടാറ്റ നിർബന്ധമാണ്. അതിനാണല്ലോ അവൻ പ്രത്യേകിച്ച് അങ്ങോട്ട് വരുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയി. പിന്നെ എനിക്ക് ചാത്തന്നൂർക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേദുട്ടനെ ബാലവാടിക്ക് ആക്കിയിട്ട് അങ്ങനെ പോവാം. എനിക്ക് ത്രെഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കണ്ടോ എൻ്റെ പിരികം ഒരുപാട് വളർന്നു കേട്ടോ. ഞാൻ കുറേ കാലമായി ത്രെഡ് ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. ഇത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല, ഇൻസ്റ്റയിലിട്ട് അപ്ലോഡ് ചെയ്ത് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും റെഡി ആവുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. സാധാ ഒരു ക്രീം എന്ന് പറയാൻ പറ്റില്ല, ഒരു ഡവിൻ്റെ മോയ്സ്ചറൈസേഷൻ തേക്കും, പിന്നെ സാധാ പൗഡർ ഇടും, ഒരു കണ്ണെഴുതും, സിന്ദൂരം ഇടും, ലിപ് ബാമും തേക്കും, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ അതാ ഈ ഒരു ടോപ്പാണ് ഞാൻ ഇട്ടത്. നല്ല അടിപൊളി ടോപ്പാണ് കേട്ടോ. ഇതിനെ പാൻറ് ഇല്ല, ഷോളും ഇതും ഉണ്ട് കേട്ടോ. പാൻറ് നമുക്ക് ഏത് വേണമെങ്കിലും ഇടാം, വൈറ്റ് ഇടാം, ബ്ലാക്ക് ഇടാം, ഏത് വേണമെങ്കിലും ഇടാൻ പറ്റും കേട്ടോ. ഷോളും നല്ല ഭംഗിയുള്ളതാണ്. ഇതൊക്കെ എനിക്ക് ടൈറ്റായിട്ട് ഇരിക്കുന്ന ഒരു ഡ്രസ്സായിരുന്നു കേട്ടോ. ഞാൻ വെയിറ്റ് ലോസ് ചെയ്ത ശേഷമാണ് ഇപ്പോൾ ഈ ഡ്രസ്സൊക്കെ എനിക്ക് പാകമാവണത്. അപ്പോൾ ഞാൻ വേദുട്ടനോട് ഇങ്ങനെ പറയായിരുന്നു കേട്ടോ, അമ്മ അങ്ങനെ ത്രെഡ് ചെയ്യാൻ പോവും അതുവഴി. അന്ന് അതിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ ഞങ്ങളുടെ ബാലവാടിയിൽ ഓണം സെലിബ്രേഷൻ. അപ്പോൾ ഏതായാലും ആ ടൈമിൽ നമുക്ക് ത്രെഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ ഇനി ഓണം ആയല്ലോ, അപ്പോൾ പിന്നെ നമുക്ക് ടൈമൊന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആ സമയത്ത് തന്നെ അങ്ങോട്ട് പോവാൻ, കയ്യോടെ ഫ്രഷായിട്ട് തന്നെ ത്രെഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ പറയൂ കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ടത്. പിന്നെ ഞാൻ എപ്പോഴും മുടിയിട്ട് ഇങ്ങനെയാണ് കേട്ടോ. ഈ ഒരു കുഞ്ഞി ക്രാബ് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിടും. എൻ്റെ മുടിയൊക്കെ ഇപ്പോൾ തീരെ ഇല്ല കേട്ടോ. എനിക്ക് അത്യാവശ്യം മുടിയൊക്കെ ഉണ്ടായിരുന്നു ഡിഗ്രി പഠിക്കുന്ന സമയത്തൊക്കെ. പക്ഷെ ഇപ്പോൾ അതാ ഇത്ര മുടിയുള്ളൂ കേട്ടോ. ഇതിൽ കൂടുതൽ വളരുന്നില്ല. പക്ഷേ കൊഴിയലൊക്കെ ഒന്ന് നിന്നുണ്ട്. ഡയറ്റൊക്കെ ചെയ്ത ശേഷം അത്യാവശ്യം കൊഴിയലൊക്കെ ഒന്ന് നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ഔട്ട്ഫിറ്റ്. പക്ഷേ ഷോളും ഇട്ട് കഴിഞ്ഞാലേ പൂർണ്ണതയിലെത്തുള്ളൂ. അതുപോലെ തന്നെ ഒരു ബാഗും അതെൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കും കേട്ടോ. ആ ബാഗ് ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യം പറഞ്ഞു, ചന്ദനക്കുറി. അത് മറക്കരുതല്ലോ നമ്മൾ. കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചന്ദനക്കുറി അത് നിർബന്ധമാണ് എനിക്ക്. ഞാൻ ചന്ദനക്കുറി ഇടുമ്പോൾ പറയൂട്ടെ വേദുവിനും വേണമെന്നേ. ചില ദിവസം അവൻ ചന്ദനക്കുറി ഒന്നും ഇടില്ല, ചില ദിവസം അവൻ്റെ മൂഡ് അനുസരിച്ച്. ആദ്യം അവൻ തീരെ കുറിയിടാൻ സമ്മതിച്ചായിരുന്നില്ല കേട്ടോ. ഇപ്പൊക്കെ അവൻ കുറിയിടാൻ സമ്മതിക്കുന്നുണ്ട്. അവന് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അത് ഈ ഷോൾ ഇടലാണ് നമുക്ക് വലിയ പണി. എങ്ങനെ ഇട്ടാലും ശരിയാവില്ല. ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ഇടും, ചിലപ്പോൾ വൺ സൈഡ് ഇടും, ചിലപ്പോൾ കഴുത്തുകൂടെ ഇടും. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ ഇടാറ്. എങ്ങനെയായാലും ഷോൾ ഇട്ടാൽ മതിയല്ലോ. ഞാൻ ഷോൾ ഇടാതെ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാറുമില്ല. അപ്പോൾ അതാ അങ്ങനെ ഒരു 10 മണി ആയിട്ടില്ല കേട്ടോ. 9:45 കഴിഞ്ഞപ്പോൾ ഞാനും വീണ്ടും ബാലവാടിക്ക് പോവുകയാണേ. ഞങ്ങളാണ് ആദ്യം ബാലവാടിയിൽ എത്തിയത്. വേറൊരു കുട്ടിയോളും വന്നിട്ടുണ്ടായിരുന്നില്ല. അവനാണ് ഫസ്റ്റ് എത്തിയത്. അപ്പോൾ അവൻ പ്രത്യേകം പറയും, അമ്മ വേറെ ആരെങ്കിലും വന്ന ശേഷം മാത്രം അമ്മ പോയാൽ മതി എന്ന് പറയും കേട്ടോ. അപ്പോൾ ഞാൻ അത് ആയിക്കോട്ടെ എന്ന് വിചാരിക്കും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അവന് സങ്കടാവില്ലേ. അപ്പോൾ 2 പേര് വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ എന്നോട് പറയും കേട്ടോ, അമ്മ പോയിക്കോളൂ എന്ന് പറയേ. നല്ല കുട്ടിയാണ്. അവൻ അങ്ങനെ പിടിച്ചിരുത്തൊന്നുമില്ല. അവൻ ഇങ്ങനെയൊക്കെ വരാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ കണ്ട ആരും വന്നിട്ടില്ല. ടീച്ചറും ഉണ്ടായിരുന്നില്ല, അജിതമ്മയും ഉണ്ടായിരുന്നില്ല, മറ്റേ ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ കുട്ടികളൊക്കെ വന്നു. പിന്നെ ഞാൻ ചാത്തന്നൂർക്ക് പോയിട്ടോ. അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തില്ല. ബസ് കയറണമെന്ന്. സ്കൂൾ കുട്ടികൾ അന്ന് ചാത്തന്നൂർ സ്കൂളിലെ സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ. എല്ലാവരും നല്ല സുന്ദരികളും സുന്ദരന്മാരായിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ചാത്തന്നൂരുള്ള ബ്യൂട്ടി പാർലറിലേക്ക് പോയി കേട്ടോ. സന്ധ്യേച്ചിയാണ് എനിക്കിപ്പോൾ ത്രെഡ് ചെയ്ത് തരാറ്. ഈ കടയിലാണ് പോയത്. അപ്പോൾ അവിടെ ഓൾറെഡി ഒരു മേക്കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓണം സെലിബ്രേഷൻ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് കേട്ടോ അവർക്ക്. ഓരോരുത്തരും ഇങ്ങനെ മേക്കപ്പ് ചെയ്യാനും ഹെയർ സെറ്റ് ചെയ്യാനും സാരി ഉടുപ്പിക്കാനും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോ എടുത്തത്. അപ്പോൾ ഞാൻ ഏതായാലും വ്ളോഗ് ചെയ്യുന്നുണ്ട്, അപ്പോൾ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങളിങ്ങനെ ഓരോന്നൊക്കെ സംസാരിച്ചു. ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടെന്ന്, ചേച്ചീനെ ഉൾപ്പെടുത്തുന്നു കേട്ടോ. നമ്മൾ പറയാതെ ആരെയും ഉൾപ്പെടുത്തരുതല്ലോ. ചിലവർക്ക് ഇഷ്ടാവും, ചിലവർക്ക് ഇഷ്ടാവില്ല. അപ്പോൾ ഞാൻ അങ്ങനെ പറയായിരുന്നു, എൻ്റെ വെയിറ്റ് ലോസ് ചെയ്യണയൊക്കെ കണ്ടു എന്ന് ചോദിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചി പറയാണ്, കണ്ടു, നല്ല മാറ്റമുണ്ട്, ഇപ്പോൾ നന്നായി തടി കുറഞ്ഞിട്ടുണ്ട് എന്ന് പറയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു ത്രെഡ് ചെയ്തോളൂ, കുറേ ആയാലും ത്രെഡ് ചെയ്തിട്ട് എൻ്റെ പിരികും നന്നായി വളർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നന്നായി വളർന്നിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ തന്നെ അറിയാം എൻ്റെ പിരികം. ത്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ. അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലോ. കണ്ട ത്രെഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ
സെറ്റായിട്ടോ. പിന്നെ ചിലർക്ക് വേണമെങ്കിൽ ഐബ്രോ ഒക്കെ എഴുതി കഴിഞ്ഞാൽ നല്ല രസമാണ്. എനിക്ക് പിന്നെ അങ്ങനെ ഐബ്രോ എഴുതണ ശീലമില്ല. അത് തീരെ പിരികില്ലാത്തവർ എഴുതിയാലായിരിക്കും ഭംഗി. പിരികുള്ളൊരു ഐബ്രോ പെൻസിലുകൊണ്ട് എഴുതി കഴിഞ്ഞാൽ വല്ലാണ്ട് ഭംഗി ഉണ്ടാവില്ല കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടുന്ന് ഇറങ്ങിയപ്പോഴാണ് ചാത്തനൊരു സ്കൂൾ കുട്ടികളുടെ ഈ ഡ്രസ് കോഡ് നിങ്ങൾ ശ്രദ്ധിച്ചുവോ? അത് ഞാൻ വഴിയെ പറയാം കേട്ടോ. അപ്പോൾ അത് അവിടെ പൂവ് വിൽക്കുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ 50 രൂപയ്ക്ക് ആ ചേച്ചിയുടെ നിന്ന് പൂവ് വാങ്ങി. പിറ്റേ ദിവസത്തേക്ക് ഒരു പൂവ് ഉണ്ടായിരുന്നില്ല. വീട്ടിലിടാൻ നമുക്കധികം പൂക്കൾ ഇപ്പോൾ കിട്ടാനും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു 50 രൂപയ്ക്ക് പൂക്കളം വാങ്ങിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ കുറേ കുട്ടികൾ കൂടി ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്താ അറിയില്ല, ഭയങ്കര ബഹളം. ഞാൻ നോക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ അങ്ങനെ ഫോൺ എടുത്ത് തിരിഞ്ഞതും കുതിരപ്പുറത്തൊരു കുട്ടി പോണു കേട്ടോ. അതിലാണ് ഉണ്ടായിരുന്ന ഈ ആർപ്പ് വിളിയൊക്കെ. കുതിരയാണ് ആ കുട്ടിയുടെ വാഹനം തോന്നുന്നുണ്ട്. ഇതൊക്കെ സ്കൂളുകാരെ അറിഞ്ഞിട്ടാണോ ഇല്ലയെന്ന് നമുക്കറിയില്ല കേട്ടോ. എന്തായാലും ഭയങ്കര ആർപ്പ് വിളിയായിരുന്നു കേട്ടോ. അതിൽ ഞാൻ കാണിച്ചു തരാം, കേൾപ്പിച്ചു തരാം ഞങ്ങൾക്ക്. കേട്ടില്ലേ, പടക്കം പൊട്ടിക്കാനാണ് കേട്ടോ പറയുന്നത്. കുതിരപ്പുറത്ത് വന്ന കുട്ടി എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കുമല്ലോ, അതാണല്ലോ കുതിരപ്പുറത്ത് കയറണത്. അല്ലെങ്കിൽ കുതിരയുടെ പുറത്ത് കയറുന്ന ആൾക്ക് ഒരു മെയ് വഴക്കൊക്കെ വേണ്ടേ, അല്ലെങ്കിൽ കുതിര ഒന്നും ഭയങ്കില്ലല്ലോ. അപ്പോൾ അതാ ആ സമയം നോക്കിയിട്ട് ഞങ്ങളുടെ ബസ് വന്നിട്ടോ. അപ്പോൾ പിന്നെ അധികം നേരം ഒന്നും നിൽക്കാൻ പറ്റിയില്ല. ഞാൻ വേഗം ബസ് കയറി. നമുക്ക് നമ്മുടെ വീട്ടിലെത്തണമല്ലോ, അത്ര തന്നെ ഉള്ളൂ. പിന്നെ ഞാൻ വേഗം വീട്ടിലെത്തിയിട്ട് പിറ്റേ ദിവസം ഓണം സെലിബ്രേഷൻ ആണല്ലോ ബാലവാടിയിൽ. അപ്പോൾ അതിൻ്റെ സാരിയുടെ പ്ലീറ്റൊക്കെ എടുത്ത് വെക്കാൻ നിൽക്കുകയാണ് കേട്ടോ. ഞാനും അമ്മയും വേദിട്ട് ഏതായാലും ബാലവാടിയിലാണ്. ബേബി സ്കൂളിലേക്കും പോയി. അപ്പോൾ ഈ ബ്ലൗസൊക്കെ എനിക്ക് ലൂസായതുകൊണ്ട് അമ്മ ടൈറ്റ് ചെയ്ത് തന്നു കേട്ടോ. ഇതൊക്കെ വേദിട്ടെൻ്റെ ചോറൂണ് സമയത്തെ ബ്ലൗസാണേ. അപ്പോൾ അതാ ഈ സാരി എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഞാൻ പുത്താമ്പുള്ളിയിൽ നിന്നിട്ട് വാങ്ങിയതാണേ. അപ്പുവേട്ടൻ്റെ അനിയത്തിയുടെ മാരേജിൻ്റെ തലേ ദിവസത്തെ ഈ സാരിയാണ് ഞങ്ങൾ ഉടുത്തത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉടുത്തു, പ്ലീറ്റ് എടുത്ത് വെച്ചു കേട്ടോ. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ബേബിക്കുട്ടിയുടെ സ്കൂളിലെ ഓണം സെലിബ്രേഷൻ്റെ കുറച്ച് ക്ലിപ്സ് ടീച്ചർ എനിക്ക് അയച്ചു തന്നതാണ് കേട്ടോ. ഭയങ്കര എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞു കേട്ടോ അവൾ. അതേതായാലും നന്നായി, അടിപൊളിയായിട്ട് അവരുടെ ഓണാഘോഷമൊക്കെ കഴിഞ്ഞു. പിന്നെ അവൾ സ്കൂൾ വിട്ട് വന്നു. ഞങ്ങൾ കറുകപ്പത്തൂർക്ക് പോവുകയാണ് കേട്ടോ. കറുകപ്പത്തൂരുള്ള ഒരു ടെക്സ്റ്റൈൽസിലേക്കാണ് പോകുന്നത്. പ്രൊമോഷൻ വീഡിയോയുടെ ഭാഗമായിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞാനും അവളും കൂടിയിട്ടാണ് പോകുന്നത്. കാരണം എനിക്ക് വീഡിയോ എടുത്തുതരാൻ ഒരാൾ വേണമല്ലോ. ട്രൈപോഡ് വെച്ചിട്ടൊക്കെ നമുക്ക് കടയിൽ പോയിട്ട് എടുക്കാൻ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇവളുണ്ടെങ്കിൽ പിന്നെ എനിക്ക് കുഴപ്പമില്ല, ഇവൾ എന്നെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കറുകപ്പത്തൂരുള്ള ഫെയറി കൗച്ചറിക്കാണ് ഞാൻ പോകുന്നത്. നല്ല അടിപൊളി കളക്ഷൻ ഉണ്ട് കേട്ടോ. ഒരുപാട് വർഷമായിട്ടുള്ള കടയാണ് കേട്ടോ ഇത്. പക്ഷേ ഞങ്ങൾ അധികം പേർക്ക് അറിയണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ കടയിൽ പോയി അവരാദ്യം പറഞ്ഞു ഞങ്ങൾ അവിടെ നിന്ന് വൃത്തിയാക്കട്ടെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അകത്ത് കുറേ നേരം ഇരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവിടെ കസ്റ്റമേഴ്സും ഉണ്ടായിരുന്നു കേട്ടോ. അവരെ ബുദ്ധിമുട്ടിക്കാതെ വേണമല്ലോ നമുക്ക് വീഡിയോ എടുക്കാൻ. നല്ല ഹെൽപ്പിംഗ് ആയിരുന്നു കേട്ടോ അവർ. നമ്മളെല്ലാം അപ്പോൾ അവർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെയ്തു, എല്ലാം കാട്ടിക്കൊടുത്തു. നല്ല കളക്ഷൻസും ഉണ്ട് കേട്ടോ. ലേഡീസ് ഓൺലി ആണേ, ബോയ്സിൻ്റെ ഒന്നുമില്ല, ലേഡീസ് ഓൺലി ആണ്. ഓണത്തിനിടാൻ പറ്റിയ നല്ല അടിപൊളി ചുരിദാർ സെറ്റുകളുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്ക് ഇങ്ങനെ ഈ ഓണം ആയിക്കഴിഞ്ഞാൽ ചിലർക്ക് സാരി സെറ്റുമുണ്ട് ഇതൊന്നും ഉടുക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് പറ്റിയ ഒരുപാട് കളക്ഷൻസ് അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ടോപ്പൊക്കെ നല്ല ഭംഗിയുണ്ട്. അതുപോലെ ചുരിദാറിൻ്റെ കളക്ഷൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് ഓണത്തിന് വിയർ ചെയ്യാൻ പറ്റിയ അടിപൊളി ടോപ്പുകളാണ്. എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു കേട്ടോ. ഇങ്ങനെ നല്ല പ്രിൻ്റ് വർക്കും അതുപോലെ തന്നെ നല്ല കല്ല് വെച്ചിട്ടുള്ളതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കണ്ടോ ഓരോ ടോപ്പുകൾ ഞാൻ കാണിക്കുന്നുണ്ട്. നല്ല അടിപൊളിയാണ് കേട്ടോ എല്ലാ ടോപ്പും. ഇതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഓണത്തിൻ്റെ സെലിബ്രേഷനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവുകയെ. നമ്മളിപ്പോൾ ഒരു വെറൈറ്റി പിടിക്കാമല്ലോ നമുക്ക്. ഇതൊക്കെ ശരിക്കും ഒരു വെറൈറ്റി നമുക്ക് പിടിക്കാം ഓണത്തിൻ്റെ അന്ന്. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി. ഈ ടോപ്പ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല ഇഷ്ടമായി. എനിക്ക് ഒരു ദിവസം എന്തായാലും അവരുടെ അടുത്ത് പോയിട്ട് ഒന്ന് വാങ്ങണം എന്നുണ്ട് കേട്ടോ. പിന്നെ സെറ്റ് മുണ്ടിൻ്റെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പല പ്രിൻറ്റുകളിലും ഒക്കെ വരുന്നുണ്ട്. സെറ്റ് മുണ്ടിൻ്റെ വരുന്നുണ്ട്, അതുപോലെ തന്നെ സെറ്റ് സാരി ഉണ്ട്, മൽക്കോട്ടൺ സാരി ഉണ്ട്, കാഞ്ചിക്കോട്ടൺ ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് സാരികളുണ്ട് കേട്ടോ. നമ്മുടെ പേര് കേൾക്കാത്ത ഒരുപാട് സാരികളുണ്ട്. എല്ലാ സാരികളും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ കളറൊക്കെ നല്ല ഭംഗിയുണ്ട്. ഈ ഓണത്തിനൊക്കെ ഉടുക്കാൻ പറ്റിയത് തന്നെയാണ് കേട്ടോ. ഓണത്തിനല്ലാതെ നമ്മൾക്ക് ഏതെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഒക്കെ ഉടുക്കാൻ പറ്റും ഈ സാരി. ഇതൊക്കെ ഉടുത്ത ഒതുങ്ങി കിടക്കുന്ന സാരികളാണ് കേട്ടോ. ഇത് എല്ലാം ഓരോ കളർ ചേഞ്ച് ഉണ്ട്. അതുപോലെ തന്നെ ടോപ്പുകളും ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ജീൻസിൻ്റെ കൂടെ വെയർ ചെയ്യാൻ പറ്റിയതും ക്രോപ്പ് ടോപ്പുകളും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ജീൻസിൻ്റെ കൂടെ വെയർ ചെയ്യാൻ പറ്റിയ ടോപ്പുകളാണ്. പിന്നെ കുട്ടികൾക്ക് പറ്റിയതുണ്ട്. പിന്നെ അമ്മയ്ക്കും മകൾക്കും ഒരുപോലത്തെ ഇടണമെങ്കിൽ അങ്ങനെ പറ്റിയ ടോപ്പുകളുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ കുട്ടികളുടെ ക്രോപ്പ് ടോപ്പാണ്. ഇതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് ജീൻസിൻ്റെ കൂടെ വെയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ജീൻസിൻ്റെ പാവാട ഉണ്ടല്ലോ, അങ്ങനത്തേനൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ക്രോപ്പ് ടോപ്പാണ് കേട്ടോ. എല്ലാ കളറും ഉണ്ട്, കളർ ചേഞ്ചൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. പിന്നെ ഓണം പ്രമാണിച്ചിട്ട് അവരവിടെ 10% ഡിസ്കൗണ്ടും കൊടുക്കുന്നുണ്ട്. പിന്നെ ടോപ്പുകളൊക്കെ ചിലത് 150 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 3 പീസ് സെറ്റുള്ള ചുരിദാറുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ 650 മുതലുണ്ട് കേട്ടോ.
പിന്നെ ഇത് ബനിയൻ രാത്രിയൊക്കെ ഇടാൻ പറ്റിയതും, അതുപോലെ ടീഷർട്ട് ജീൻസും കൂടെ ഇടുന്നവരുണ്ടാവില്ല, അവർക്കൊക്കെ പറ്റിയതാണ്. പിന്നെ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ 150 രൂപയുടെ ഈ 2 150 രൂപയുടെ ടോപ്പുകൾ. പിന്നെ ഇതൊക്കെ നല്ല ടോപ്പാണ് കേട്ടോ, ഇതിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ടാവും, 350 അങ്ങനെ റേറ്റ്. പക്ഷേ നല്ല ഭംഗിയാണ് കേട്ടോ, നമുക്ക് ഇങ്ങനെ ഒരു ലെങ്ത്ത് കുറവായ പാൻറ്റ്, ഇപ്പം ഞാൻ ധരിച്ച പാൻറ്റിൻ്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റിയതാണ്. ഇതൊക്കെ 2 പീസ് സെറ്റാണ് കേട്ടോ. പിന്നെ ഇത് ഫാൻസി സാരികളാണ്. ഫാൻസി ടൈപ്പ് സാരികൾ ഇഷ്ടപ്പെടുന്നവരുണ്ടാവുമല്ലോ, നമ്മുടെ റിസപ്ഷനും അങ്ങനെയൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ സാരികളാണ് ഇതൊക്കെ. അതിൻ്റെ കുറേ കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ വേറെ ഒന്നാണ് നമ്മുടെ മൽക്കോട്ടൺ സാരികൾ ഉണ്ടല്ലോ, അതിപ്പോൾ കൂടുതൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. എവിടെ നോക്കിയാലും ഇപ്പം മൽക്കോട്ടൺ സാരിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതും അവിടെ അവൈലബിൾ ആണ്. പിന്നെ ചുരിദാർ സെറ്റുകളുണ്ട്, ഇത് 3 പീസ് സെറ്റുകളാണ് കേട്ടോ. ഞാൻ ഒരെണ്ണം കാട്ടിത്തരുന്നുണ്ട്. ചുരിദാറിൻ്റെ ടോപ്പും ഉണ്ടായിരിക്കും, പാൻറ്റും ഉണ്ടായിരിക്കും, ഷോളും ഉണ്ടായിരിക്കും. അപ്പോൾ 3നും കൂടിയിട്ട് 650 രൂപയാണ് വരുന്നത്, അത്രയല്ലേ വരുന്നുള്ളൂ. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്, അമ്മയ്ക്കും മകൾക്കും ഒരുപോലെ ഇടണമെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ, അടിപൊളിയാണ്. പിന്നെ ഇതും അടിപൊളി ഒരു 3 പീസ് സെറ്റാണ് കേട്ടോ, യെല്ലോ കളറ്, നല്ല ഭംഗി പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല ഇഷ്ടമായി, നല്ലൊരു മസ്റ്റാർഡ് കളറാണ് കേട്ടോ, അങ്ങനത്തെ ഒരു യെല്ലോണേ. പിന്നെ ഞങ്ങൾ അവിടെ എല്ലാം കവർ ചെയ്തു കേട്ടോ, അവിടുത്തെ എല്ലാതും ടോപ്പുകളും, അതുപോലെ തന്നെ കുട്ടികളുടെ പട്ടുപാവാട, ഉടുപ്പുകൾ, അങ്ങനെ എല്ലാം ഞങ്ങൾ വീഡിയോ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്, ജീൻസിൻ്റെ പാവാട. എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതൊക്കെ നമുക്ക് ചെറിയ ക്രോപ്പ് ടോപ്പിൻ്റെ കൂടെയൊക്കെ, ജീൻസിൻ്റെ ഷർട്ടിൻ്റെ കൂടെയൊക്കെ വിയർ ചെയ്യാൻ പറ്റിയ നല്ല ജീൻസിൻ്റെ പാവാടയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മാക്സി, ഓണത്തിനിപ്പോൾ മാക്സി ഇടുന്ന അമ്മമാരൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, ചിലർക്ക് മാക്സി മാത്രമേ പറ്റുമെങ്കിൽ അതുകൊണ്ട് കേട്ടോ. ഡെയിലി യൂസിന് പറ്റിയതൊക്കെ ഉള്ള മാക്സികളാണ്. മാക്സി ഇടാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഫ്രോക്ക് നൈറ്റിയും അവിടെ ഉണ്ട്. ഇപ്പോൾ ഒരുവിധം എല്ലാ പെൺകുട്ടികളും ഫ്രോക്ക് നൈറ്റി ആണല്ലോ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. നൈറ്റി എന്നുള്ളതിന് പകരം തന്നെ ഫ്രോക്ക് നൈറ്റി, ഉടുപ്പ് പോലത്തെ ഇതാണ് കൂടുതൽ പേരും ഇടുന്നത് കണ്ടിട്ടുള്ളത്. പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ, എന്തിടണം എന്ത് വാങ്ങണം എന്നുള്ളതൊക്കെ. എന്തായാലും നല്ലൊരു കടയാണ്, നിങ്ങളൊക്കെ മാക്സിമം പോയി ഒന്ന് നോക്കുക, എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് നോക്കി നോക്കൂ കേട്ടോ. ഇതൊക്കെ അല്ല അവിടെ ഡിസ്പ്ലേയിൽ തൂക്കിയിട്ടുള്ള സെറ്റ് മുണ്ടുകളാണ്. ഇതാണ് കേട്ടോ ഫ്രോക്ക് നൈറ്റ് വരുന്നത്, പല കളറിന് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നല്ല അടിപൊളി കുഴഞ്ഞ ടൈപ്പിലുള്ള സാരികളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു ലൈമ് വാങ്ങിക്കൊടുക്കാൻ വിചാരിച്ചിട്ട്, അവൾക്ക് സ്കൂൾ വിട്ട് നേരെ വന്നതാണ്, നല്ല ടയേർഡായിരുന്നു കേട്ടോ അവൾ. അപ്പോൾ ഞാൻ അവൾക്ക് ലൈമും അതുപോലെ തന്നെ മുട്ട ബജിയും വാങ്ങിക്കൊടുത്തു കേട്ടോ. പിന്നെ വരുമ്പോൾ വേദു ഐസ്ക്രീം കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും വാങ്ങിയിട്ട് പിന്നെ ഞങ്ങളിങ്ങനെ ഇരിക്കുന്ന നേരം കൊണ്ട് എന്നോട്, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ആൾ തന്നെയാണ് കേട്ടോ, ഒരു ലോട്ടറി എടുക്കാൻ പറഞ്ഞു എന്നോട്. ഞാൻ കുറേ വട്ടം പറഞ്ഞു എനിക്ക് ഭാഗ്യമില്ല, എനിക്ക് അടിക്കില്ലേ, നിനക്കെന്നെ എല്ലാം അടിക്കുക എന്ന് പറയാം. അത് എല്ലാ ലോട്ടറിക്കാരും എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയുള്ളൂ. അങ്ങനെ ഞാനൊന്ന് എടുത്തു. ഞാൻ ഈ ലോട്ടറി പറഞ്ഞ സംഭവമേ എടുക്കാറില്ല, കാരണം ഭാഗ്യം നമ്മുടെ അടുത്ത് കൂടെ പോലും പോവില്ല. അപ്പോൾ എത്രയുള്ളൂ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.